സ്വാഗതം. നമ്മൾ ഒരു ചെറുകഥയോ ഒരു നോവലോ അതല്ലെങ്കിൽ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു നാടകമോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഒന്നുകിൽ നമ്മളെ ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന്, അതല്ലെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതവുമായി അതിനെ കണക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യാൻ പറ്റുന്ന പലതും ഒക്കെ പണ്ട് ഇവയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിൽ സിനിമ വഹിച്ച പങ്ക് വളരെ വലുതാണ്. മലയാള സിനിമ ഒരു കാലത്ത് ബംഗാൾ സിനിമയോളം കിടപിടിക്കുന്ന ഒന്നായിരുന്നു മലയാള സിനിമ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇന്ന് നമ്മുടെ സിനിമ എവിടെ പോയി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ കലാമൂല്യം പോയി കഞ്ചാവിനും കത്തിക്കും അത് വഴിമാറിയിരിക്കുന്നു എന്ന സത്യമാണ് ഇന്ന് പുറത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം തന്നെ അറിയാം, സൂപ്പർ നടന്മാരും മെഗാസ്റ്റാറുകളും ഒക്കെ പോലും ഒരു കത്തിയെടുത്ത് 4 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മലർത്തിയിടുന്നതും അതിനുശേഷം പോകുന്നതും തെളിവ് നശിപ്പിക്കുന്നതും. അപ്പോൾ എന്തൊക്കെ വേണോ അതൊക്കെ മലയാള സിനിമ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ അവരുടെ ഫാൻസായി വരുന്ന പല നടന്മാരും രാപന്തിയോളം കള്ളിനും കഞ്ചാവിനും മറ്റു മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിരിക്കുന്നതും കേസിൽ പ്രതികളാകുന്നതും, കേസിൽ പ്രതിയൊക്കെ ആയിട്ട് കഞ്ചാവ് കേസിലും കൊക്കൈൻ കേസിലും ഒക്കെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലൊക്കെ പ്രതിയായിട്ട് പത്രക്കാരുടെ മുമ്പിലൂടെ യാതൊരു കൂസലുമില്ലാതെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അവരെ ചോദ്യം ചെയ്യാൻ വിളിച്ച പോലെയാണ് തോന്നുന്നത്. എന്താ ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പുതിയതിനെ പലപ്പോഴും അത് 2 കൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ലതിനെ സ്വീകരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും വൈമുഖ്യം ഉണ്ടായിട്ടുണ്ട്. രചനയും സംവിധാനവും ആലാപനവും ഒക്കെ നടത്തി വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ഒരു ഗാന സംവിധാനം നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ കൊണ്ടുവരികയും അനവധി സ്റ്റേജുകൾ അവതരിപ്പിക്കുകയും ചെയ്ത, അതിൻ്റെ രചനയും സംവിധാനവും എല്ലാം ചെയ്ത ഹിരൺദാസ് മുരളി എന്ന യഥാർത്ഥ നാമധേയമുള്ള വേടൻ ഇന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിൻ്റെ പിടിയിൽപ്പെട്ടു. ഈ മാന്യൻ തൻ്റെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മക്കളെ കഞ്ചാവ് കഴിക്കരുത്, കഞ്ചാവ് വലിക്കരുത്, ചീത്തയായി പോകും. ഇതൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞ പയ്യനെ ഇന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് SHOയ്ക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തൊട്ട് അവൻ്റെ ഫ്ലാറ്റിൽ പോയി പോലീസ് റെയ്ഡ് ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിൽ 7-8 ഗ്രാം കഞ്ചാവും ഒപ്പം 9ഓളം സുഹൃത്തുക്കളെയും കിട്ടി. ഈ 9ഓളം സുഹൃത്തുക്കളും ഈ ലഹരി ഉപയോഗിച്ചിരുന്ന സമയത്ത് അവൻ പറഞ്ഞത്, ഞങ്ങൾ ഇതിൻ്റെ റിഹേഴ്സലായിരുന്നു. ലഹരി കഴിക്കുന്ന റിഹേഴ്സലാണോ, ഇനി പാട്ട് പാടാനുള്ള റിഹേഴ്സലാണോ, അതല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ റിഹേഴ്സലാണോ എന്നൊന്നും അറിയില്ല. അപ്പം നമ്മുടെ സിനിമകൾ പലതും നമുക്കറിയാം, പല സിനിമകളും കൊലപാതകം നടത്തിയിട്ട് ഡെഡ് ബോഡി എങ്ങനെ അത് മറവ് ചെയ്യണം എന്നുവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വിദേശ സിനിമകളോ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളോ വെച്ച് നമ്മുടെ കഥാകൃത്തുക്കൾ എഴുതുന്നതായിരിക്കും. പണ്ടുള്ള സിനിമകളിലൊക്കെ സസ്പെൻസ് ഉണ്ടായിരുന്നെങ്കിലും ആ സസ്പെൻസ് ഒന്നും ഇത്രയേറെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. ഇപ്പോഴുള്ള സിനിമകളിലെ സസ്പെൻസുകളെല്ലാം തന്നെ തെളിവ് നശിപ്പിക്കാനും കൊലപാതകം നടത്താനുമാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് കഴിഞ്ഞ വർഷം മലയാളത്തിൽ 40-ലധികം സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു സിനിമ മാത്രമാണ് അതിൻ്റെ സാമ്പത്തികമായി പിടിച്ചതെന്നാണ് അറിയപ്പെടുന്നത്. അതും ആ നടൻ്റെയും ഒപ്പം ആ സിനിമാ സംവിധായകനും രചയിതാവും ഒക്കെ അന്നേരം ഉണ്ടാക്കിയെടുത്ത ഒരു ജാതി വിവേചനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് സംഭവിച്ചത്. ആ സിനിമ പോലും ബ്ലാക്ക് മാജിക്കിനെ പറ്റിയാണ് പറഞ്ഞത്, എന്നിട്ട് പോലും ശകലമെങ്കിലും പിടിച്ചു തന്നു. ഇന്ന് 2 യുവ സംവിധായകരെ പിടിച്ചിരിക്കുന്നു. അതേ ദിവസം തന്നെ ഷൈൻ എന്ന് പറയുന്ന ആളിനെയും ശ്രീനാഥ് ഭാസി എന്ന് പറയുന്ന ആളിനെയും എറണാകുളത്തെ ഒരു മോഡലിനെയും പോലീസ് ഇന്ന് എക്സൈസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേടൻ്റെ ഫ്ലാറ്റിൽ വേടനെ പിടിക്കുമ്പോൾ കഞ്ചാവിനൊപ്പം പുലിയുടെ മാല, അത് പുലിയുടെ പല്ലുള്ള മാല കൂടി ലഭിച്ചു. അപ്പോൾ വേടൻ പറയുന്നത് കേരളത്തിലെ പുലിയുടെ അല്ല, ഇന്ത്യൻ പുലിയുടെ അല്ല, തായ്ലാൻഡ് പുലിയുടെയാണ് അവിടെ നിന്ന് കിട്ടുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഒരു ഫോറസ്റ്റ് കേസും കൂടി അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലഹരിയിലെല്ലാം തന്നെ നമ്മുടെ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തി സ്റ്റേഷൻ ജാമ്യം എന്നുള്ള ഒരു പരിപാടി മാറ്റി ഇവന്മാരെ ഒക്കെ എത്ര വലിയ നടനായാലും ഇവനെയൊക്കെ പിടിച്ച് ജയിലിൽ 10, 50, 90 ദിവസം ഇടാൻ രീതിയിൽ അബ്കാരി നിയമത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാകത്തോടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളിതിനെ നിസ്സാരമായി കാണണ്ട. ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ കാണുന്നത്? അവരിഷ്ടപ്പെടുന്ന അവരുടെ നടൻ കഞ്ചാവ് വലിച്ചിട്ട് നടക്കുകയാണ്.
കഞ്ചാവ് വലിച്ച് ലഹരി അടിച്ച് നടക്കുന്നു, കത്തിക്കുത്ത് നടത്തുന്നു. ഇതൊക്കെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ അതേപടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സിനിമയിൽ കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുടി വളർത്താൻ പഠിച്ചത്. പല രീതിയിലുള്ള തലമുടി വെട്ടാൻ പോലും പലർക്കും താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയതും ഇവന്മാരൊക്കെ തന്നെ കാരണമാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, ആലപ്പുഴയിൽ നിന്ന് ക്രിസ്റ്റിന എന്ന് പറയുന്ന സ്ത്രീയുടെ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഇനത്തിൽപ്പെട്ട 2 കോടി രൂപയുടെ കഞ്ചാവ് പിടിച്ചു. അത് അവരുടെ ഡയറിയിലും അവരുടെ മൊബൈലിലും, ഇപ്പോൾ ഡയറിയില്ലെങ്കിൽ തന്നെ മൊബൈലിൽ തന്നെ കിട്ടിയ വിവരം അനുസരിച്ച് മലയാള സിനിമ ഉൾപ്പെടെയുള്ള പല നടന്മാരുടെയും നടിമാർക്കും അവർ കഞ്ചാവ് കൊടുക്കുകയും അവരുമായുള്ള വാട്സപ്പ് ചാറ്റുകളും അവർ ഇങ്ങോട്ട് പണം ഇട്ട് കൊടുത്തതിൻ്റെയൊക്കെ രേഖകൾ പോലീസിലേക്ക് ഇട്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഷൈനയും ശ്രീനാഥ് ഭാസിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചോദ്യം ചെയ്യാൻ വിട്ടത്. 10 മണിക്ക് വരാൻ പറഞ്ഞപ്പോൾ നേരത്തെ അങ്ങ് ചെന്നു. അദ്ദേഹം ബാംഗ്ലൂരിൽ എവിടെയോ ട്രീറ്റ്മെൻറ്റിലാണെന്നാണ് പറയുന്നത്. ട്രീറ്റ്മെൻറ്റിലാണോ, ഇനി 10 മണി കഴിഞ്ഞ് കഞ്ചാവ് അടിക്കാനാണോ, അല്ലെങ്കിൽ കൊക്കൈൻ കഴിക്കാനാണോ നമുക്കറിയില്ല. ഈ പറയുന്ന ആൾക്കാർ, പക്ഷേ ഇവരൊക്കെ പറയുന്നത് ഓലപ്പാമ്പാണെന്നായിരിക്കും ഇവരുടെ വീട്ടുകാരൊക്കെ പറയുന്നത്. ഓലപ്പാമ്പിനെ കേട്ട് പേടിപ്പിക്കുന്നതെന്നായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുവ സംവിധായകന്മാർ, യുവ നടന്മാർ ഇവരൊക്കെ ഇങ്ങനെ ആകുന്നുണ്ടെങ്കിൽ ലഹരി മാഫിയ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയുടെ നിർമ്മാണത്തിന് ലഹരി മാഫിയ കൈയടക്കിയിരിക്കുന്നു. ആ ലഹരി മാഫിയ ഉണ്ടാക്കുന്ന പണം ഷൈൻ, ശ്രീനാഥ് ഭാസി പോലുള്ള നടന്മാരിലൂടെ മലയാള സിനിമയിൽ വിനിയോഗിക്കപ്പെടുന്നുണ്ട്. കാരണം മിക്ക മലയാള സിനിമകളും സാമ്പത്തികമായി പൊട്ടുകയാണ്. പിടിച്ചു നിൽക്കാൻ വേണ്ടി അടുത്തൊരു സിനിമ ചെയ്തതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു നിർമ്മാതാവ് താഴേക്ക് പതിക്കുന്ന സമയത്ത് സഹായഹസ്തമായി സമ്പത്തുമായി ചെല്ലുന്നത് ഇത്തരം ലഹരി മാഫിയയുടെ കയ്യിലുള്ള നടന്മാരാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പല പ്രമുഖ നടന്മാർക്കും ഇവരെ മാറ്റി നിർത്താൻ പറ്റാത്തത്. കാരണം ഇവർ ചെലവാക്കുന്ന പണമാണ് മറ്റേ സാറന്മാരും മേടിക്കുന്നത്. അങ്ങനെ പരസ്പരം ഇവർ കൊടുത്തും വാങ്ങി നിൽക്കുകയാണ്. മലയാള സിനിമയെ രക്ഷിക്കേണ്ടത് നല്ല എഴുത്തുകാരും നല്ല സംവിധായകരുമാണ്. വയലാറിൻ്റെ വരികൾ കേട്ട് വളർന്ന ഒരു നല്ല തലമുറ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഓരോ വരിക്കും അതിൻ്റേതായ അർത്ഥമുണ്ടായിരുന്നു. ശ്രീകുമാര തമ്പി സാറിൻ്റെ വരികൾക്കും അതേ അർത്ഥമുണ്ടായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി വരികൾക്കും അതേ അർത്ഥമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ സിനിമകളിലെ ആലാപന രീതിയും അതിലെ വരികളുടെ അർത്ഥവും തേടി നാം ചിലപ്പം മറ്റൊരു ജർമ്മൻ കുണ്ടറ്റൻ്റെ ബുക്ക് തേടി പോകേണ്ട അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. നിസ്സാരമായി കാണരുത്. നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ മക്കൾ കാണാൻ പോകുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാർ അവർ ഈ സമൂഹത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് ഓർത്തു വെച്ചിട്ട് വേണം മക്കളെ സിനിമയ്ക്ക് വിടാൻ. നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നതിനും യുവതലമുറയെ നശിപ്പിക്കുന്നതിനും ശ്രീനാഥ് ഭാസിയെപ്പോലും, ഷൈനെ പോലുള്ളവരും, ക്രിസ്റ്റിനെ പോലുള്ളവരും, ഈ പറഞ്ഞ വേടനെ പോലുള്ളവരും ഈ സമൂഹത്തിൽ ചുറ്റുപാടുമുണ്ട് എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇതിനൊരു മാറ്റമുണ്ടാകണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.